എൻ്റെ പേര് അരുണിമ എന്നാണ്. ഞാനിവിടെ ആലപ്പുഴയിൽ തന്നെയുള്ളതാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത്, ഓഗസ്റ്റ് 2-ാം തീയതി അമ്മയുടെ ബ്രസ്റ്റിൽ ഒരു ചെറിയ ലംപ് പോലെ അമ്മയ്ക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ലംപ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും വെരി നെക്സ്റ്റ് ഡേ ഞാനും അമ്മയും കൂടെ ഒരു സർജനെ കാണാനായിട്ട് പോയി. ഡോക്ടർ നോക്കിയിട്ട് അതൊരു സിസ്റ്റ് ആവാനാണെന്നാണ് ഡോക്ടർ ചാൻസ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് എന്നാലൊരു മാമോഗ്രാം ചെയ്യാമെന്നും പറഞ്ഞ് ഡോക്ടർ അത് മാമോഗ്രാമിന് സജസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം അമ്മ മാമോഗ്രാമിന് പോകുന്നത്, ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ് കായംകുളത്ത്. അപ്പം ഞാൻ കോളേജിൽ പോകാനായിട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഞാൻ നല്ല ടെൻഷനിലാണ്. ആ സമയത്ത് ഒരു ആൻറ്റി ഇവിടുത്തെ പത്രം കൊണ്ട് എൻ്റെ കൈ തന്നു. അത് ഞാനൊരു നിമിത്തം പോലെ കാണുന്നു. ആ പത്രത്തിൽ ഇതുപോലെ ഒരുപാട് പേരുടെ രോഗശാന്തി കിട്ടിയതൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാനും ഈ ഒരു ഉടമ്പടി എടുക്കാം, അമ്മയുടെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആയിരിക്കണേ എന്നുള്ള ഒരു ഇതിൽ. പക്ഷേ അന്ന് വൈകിട്ട് റിസൾട്ട് വന്ന് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് മൈക്രോ കാലിഫിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു അത് ക്യാൻസറസ് ആകാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്, പക്ഷേ എന്നാലും പേടിക്കേണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്തിട്ട് അതിൻ്റെ ബയോപ്സി ചെയ്തെങ്കിലേ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് ഇവിടെ സാൻജോസ്, ആലപ്പുഴയിൽ തന്നെ ഒരു സാൻജോസിലെ ജനറൽ സർജൻ്റെ ഒരു ഒപ്പീനിയൻ എടുത്തപ്പോൾ ഡോക്ടറും നോക്കിയിട്ട് ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞത്, അഥവാ ക്യാൻസറസ് ആണെങ്കിലും പേടിക്കേണ്ട, ഫസ്റ്റ് സ്റ്റേജ് ആണ്, എങ്ങോട്ടും സ്പ്രെഡ് ആയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഈ മൈക്രോ കാലിഫിക്കേഷൻസ് കാണിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചാൻസ് ഉണ്ട്, അതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്കൊരു ടെസ്റ്റ് FNACക്ക് വിടാമെന്ന് പറഞ്ഞു. കാരണം ടിഷ്യൂസ് അതിനകത്തുനിന്ന് കുത്തിയെടുത്തിട്ട് FNACക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം FNACക്ക് ചെല്ലാൻ പറഞ്ഞു. 5:30 ടൈം തന്ന്. ഞാൻ പിറ്റേ ദിവസം കോളേജിൽ നിന്ന് എനിക്കപ്പോൾ ലീവ് എടുക്കാൻ പറ്റാത്ത കൊണ്ടിട്ട് കോളേജിൽ പോയിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് തന്നെ 4:30 കഴിഞ്ഞു. പക്ഷേ 5:30 ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യണം. പക്ഷേ എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി FNAC എടുക്കാം. എൻ്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വന്നു. ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവിടെ ഒരു അവിടെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഞാൻ അമ്മയെ കുടിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഇച്ചിരി ഡിലേ ആയി, എന്നാലും അവിടെ ചെന്ന് FNAC എടുത്തു. FNAC എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റലിൽ ഇതുപോലെ യേശുവിൻ്റെ ഫോട്ടോ ഓപ്പോസിറ്റ് എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മ അകത്ത് കയറി അത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അത് ഫുൾ ടൈം അമ്മ ഇറങ്ങി വരുന്നവരെ അത് നോക്കി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം FNACയുടെ റിസൾട്ട് 1 വീക്കിന് ശേഷമേ വരുത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓഗസ്റ്റ് 10-ാം തീയതി ഞാനും അമ്മയും കൂടി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് ഇവിടുന്ന് തന്ന തൈലവും ഉപ്പും അത് ഞാൻ ഡെയിലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് കുരിശും വരച്ചു കൊടുക്കുമായിരുന്നു. ഈ ഉപ്പ് അമ്മയുടെ അമ്മ കഴിക്കുന്ന ഫുഡിൽ ഒരു ചെറിയൊരു അംശം ഞാൻ അതിട്ട് കൊടുത്ത്, എൻ്റെ മനസ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ ചെയ്തതാണ്. അതും ചെയ്ത് ഡെയിലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ FNACയുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് നെഗറ്റീവായിരുന്നു. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. പക്ഷേ എന്നാലും എനിക്കൊരു ടെൻഷൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ഇപ്പോൾ വേണ്ട, ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് വേണം ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം, പക്ഷേ നെഗറ്റീവാണ്, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തേർഡ് ഒപ്പീനിയനായിട്ട് കിൻഡർ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഒരു സർജനെ കാണിച്ചപ്പോൾ ഈ മൈക്രോ കാലിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ആ ഡോക്ടർ പറഞ്ഞു 2 ഓപ്ഷനുണ്ട്, ഒന്നെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം, അല്ലെങ്കിൽ ഇതിപ്പോൾ സർജറി ചെയ്തിട്ട് ബയോപ്സിക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ബ്രദർ അയർലൻഡിലാണ്. അപ്പോൾ ബ്രദറും പറഞ്ഞു വേണ്ട, വെച്ചോണ്ടിരിക്കേണ്ട, സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്തതാണ്. സർജറി ചെയ്തു. സർജറി ചെയ്തിട്ട് ഈ പറഞ്ഞ ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് 1 or 2 വീക്സ് കഴിയുമായിരുന്നു. ആ സമയത്തുമൊക്കെ സർജറിക്ക് പോകുമ്പോഴായിക്കോട്ടെ, വീട്ടിലുള്ള സമയത്തായിക്കോട്ടെ, ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഈ തൈലം വെച്ചിട്ട് കുരിശും വരയ്ക്കുമായിരുന്നു. പിന്നെ ഈ ഉപ്പ് അമ്മ ഫുഡ് കഴിക്കുന്നതിനകത്ത് ഞാൻ ഇടുമായിരുന്നു. ഈ സർജറിക്ക് അമ്മ കിൻഡറിൽ കയറുന്ന സമയത്ത് ഫുൾ ടൈം എൻ്റെ കയ്യിൽ ആ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഇരുന്നത്. സർജറി നല്ല രീതിയിൽ കഴിഞ്ഞു. ഡോക്ടറും നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അത് സാധാ ഒരു സിസ്റ്റായിരുന്നു. ബയോപ്സിയുടേതായിട്ടുള്ള ക്യാൻസറസിൻ്റേതായിട്ടുള്ള യാതൊന്നും തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു മാമോഗ്രാം റിസൾട്ടിൽ അങ്ങനെ ഒരു കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ടെൻഷൻ അടിച്ചു. ഇനി അങ്ങനെ ഒരു അസുഖമാണോ എന്ന് പേടിച്ച്. പക്ഷേ അമ്മയുടെയും യേശുവിൻ്റെ അനുഗ്രഹത്താൽ യാതൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയണം, ഇങ്ങനൊരു കാര്യം എനിക്ക് നടത്തി തന്നതിന്. കാരണം എനിക്കത് അത്രയും വലിയൊരു സന്തോഷ നിമിഷമായിരുന്നു ആ സമയത്ത്. ഇതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട്. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഡോക്ടർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുകയും ആദ്യത്തേതിൽ ക്യാൻസറിൻ്റെ ചെറിയൊരു അംശം കണ്ടുപിടിക്കുകയും പിന്നീട് അവർ ആ ഒരു സങ്കടവുമായിട്ട് പരിശുദ്ധ അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ദുരിത സമയങ്ങളിൽ പരിശുദ്ധ അമ്മ നൽകുന്ന സാന്ത്വനം വളരെ വലുതാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വിജി തീർന്നുപോയ സമയത്ത് അമ്മ മാധ്യസ്ഥം വഹിച്ചവരെ സഹായിക്കുന്ന പോലെ തന്നെയാണ് ജീവിതത്തിൽ
വീഞ്ഞു തീർന്ന മനുഷ്യരെ പോലെ നമ്മൾ അമ്മയുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ അമ്മ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.